ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം, ദശകം 40, പൂതനാമോക്ഷം. കപ്പം നൽകാൻ മധുരയിൽ എത്തിച്ചേർന്നു നന്ദഗോപൻ. കൂട്ടുകാരനാകും വസുദേവനെ കണ്ടു. കംസജനം നടത്തുന്ന ശിശുമരണങ്ങൾ കേട്ടു. വാസുദേവൻ നന്ദനോടു പറഞ്ഞിദേവം, മമ സാഖേ അത്യന്തികം സന്തുഷ്ടനായിടുന്നു ഞാൻ. അങ്ങയ്ക്കുണ്ണിയുണ്ടായൊരു വാർത്ത കേൾക്കവേ, എനിക്കൊരു ഉണ്ണിയുണ്ടായതുപോലെ ആനന്ദമായി. നന്ദഗോപൻ തന്നെ അച്ഛൻ എന്ന പോലവേ, ഇവിടെയും അങ്ങയുടെ അമ്പാടി തന്നിലും ഇപ്പോൾ ഒരുപാടു ദുർനിമിത്തം കാണുന്നു ഞാനും. അതുകൊണ്ടു മടങ്ങുക എന്നു കേട്ട നന്ദഗോപൻ, ഉണ്ണിക്കാപത്തു വന്നേക്കുമെന്നു കരുതി. ഈ സമയം അമ്പാടിയിൽ ആഘോഷം നിറഞ്ഞു നിൽക്കെ, മനോഹരാംഗിയാമൊരു യുവതിയെത്തി. വണ്ടുകളോമനിക്കുന്ന തലമുടിയുള്ള അവൾ കൊണ്ടൽ വർണ്ണ അവിടുത്തെ സമീപമെത്തി. ഇവളാരാണെന്നു ഗോപീജനം ചിന്തിച്ചിരിക്കവേ, നിരവധി കുട്ടികളെ കൊന്ന പൂതനാം ലളിതവേഷത്തോടെയാ രാക്ഷസിയാദിവവേഗം തളിരോലും കാർവർണ്ണനെ കവർന്നെടുത്തു. മനോഹരമായ ഭാവം സുന്ദരമം വാക്കുകളും പൂതനയെ കണ്ടു ഗോപീജനം പകച്ചു. തടയാൻ പോലുമാകാതെ ഇരുന്നൊരാ അവസരെ താമരക്കണ്ണനു അവൾ മുല കൊടുത്തു. കുട്ടികളെ വധിച്ചോരാ ക്രൂരയാകും പിശാചിതൻ കഞ്ചുകത്തിനുള്ളിലുള്ള പോർമൂലകളെ വാസുദേവൻ അതിവേഗം വലിച്ചു കൂടിച്ചുവല്ലോ. വലിയൊരു മാമ്പഴത്തെ എന്ന പോലവേ, മുല കുടിച്ചിടും നേരം മുകുന്ദനോ അവളുടെ പ്രാണങ്ങളെ എല്ലാം ഒപ്പം വലിച്ചെടുത്തു. ഇടി മുഴങ്ങും പോലവേ അലറിയ പിശാചിയും രാക്ഷസി രൂപം കൈക്കൊണ്ടു മരിച്ചു വീണു. വികരമം ശബ്ദം കേട്ടു ഓടിയെത്തി ഗോപികളും വികരമം രൂപം കണ്ടു തരിച്ചു നിന്നു. മാറത്തു കീടന്നു കളിച്ചിടുന്നൊരാ മാധവനെ മാറോടു ചേർത്തവർ മെല്ലെ നാമം ജപിച്ചു. ബാലരക്ഷ ജപിച്ചല്ലോ ഗോപികമാർ ഭംഗിയായി. ബാലഗോപാലനു പേടി മാറുവാനായി. സകലമം ലോകത്തിനും രക്ഷ ചെയ്തിടുന്ന ദേവാ, അടിയനെ അവിടുത്തെ ദാസനാക്കേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.